നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. 4000 വർഷം പഴക്കമുള്ള നമ്മുടെ മനസ്സിനെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു തരം യൂസർ മാനുവൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ്. സന്തോഷം കണ്ടെത്താനും പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രായോഗിക ഗ്രന്ഥം. ശരി. അതില് 112 വഴികളുണ്ട്. അതിലൊരെണ്ണം നിങ്ങൾക്കായി മാത്രം തയ്യാറാക്കിയതാണെങ്കിലോ? ഇന്ന് നമ്മൾ അങ്ങനെയൊരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വിജ്ഞാന ഭൈരവ തന്ത്രം. ഇതിലെ ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് കേവലം അറിവല്ല. ഓക്കെ. നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന വിവരങ്ങളല്ല. അതിനപ്പുറമുള്ള നമ്മുടെ സാധാരണ ധാരണകൾക്കതീതമായ ഒരു ജ്ഞാനം. അതാണ് വിജ്ഞാനം. മനസ്സിലായി. പിന്നെ ഭൈരവൻ, അത് ശിവന്റെ ഒരു രൂപമാണ്. ബോധത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ, ആ പരമമായ അവസ്ഥയാണത് സൂചിപ്പിക്കുന്നത്. അപ്പോ വിജ്ഞാന ഭൈരവൻ എന്ന് പറഞ്ഞാൽ ആ പരമമായ ബോധാവസ്ഥയെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ അനുഭവവേദ്യമായ അറിവ്. ഇങ്ങനെയാണ് പ്രപഞ്ചം എന്ന് വെറുതെ പറയുക മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾക്കത് സ്വയം അനുഭവിക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു ഗൈഡാണല്ലേ? കൃത്യമായി. അതാണ് തന്ത്ര എന്ന വാക്കിന്റെ അർത്ഥം. തന്ത്രം എന്നുവെച്ചാൽ ഒരു ടെക്നിക്, ഒരു സാങ്കേതിക വിദ്യ. ഓഹോ, ദൈവത്തെ പൂർണ്ണമായി അറിയണമെങ്കിൽ നമ്മൾ ദൈവവുമായി ഒന്നാകണം. ആ ഒന്നാകാനുള്ള, ആ പരമമായ അവസ്ഥ അനുഭവിക്കാനുള്ള 112 സാങ്കേതിക വിദ്യകളാണ് ഈ ഗ്രന്ഥം. അതുകൊണ്ടാണ് ഇതൊരു ഹൗ ടു ഗൈഡാണെന്ന് പറഞ്ഞത്. 112 വഴികൾ. എന്തിനാണ് ഇത്രയധികം? ഒന്നോ രണ്ടോ നല്ല വഴികൾ പോരെ? 112 എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് ഒരു 112 തരം ശ്വാസമെടുക്കുന്ന രീതികളോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതതിനേക്കാൾ വളരെ വിചിത്രവും ആഴത്തിലുള്ളതുമായ ഒന്നായിരിക്കുമെന്ന്. ഞാൻ ഊഹിച്ചത് ശരിയാണോ? നിങ്ങളുടെ ഊഹം വളരെ ശരിയാണ്. ഇത് വെറും ശ്വാസനിയന്ത്രണമല്ല. ഈ 112 രീതികളുടെ വൈവിധ്യമാണ് അതിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം. ശിവൻ ഇത് നൽകുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു തരം മനുഷ്യർക്കോ വേണ്ടിയല്ല. എല്ലാ കാലഘട്ടത്തിലെയും വ്യത്യസ്ത സ്വഭാവങ്ങളും പ്രകൃതവുമുള്ള എല്ലാത്തരം മനുഷ്യർക്കും വേണ്ടി നൽകിയതാണ്. അതായത് എല്ലാവർക്കും? അതെ. ചിലത് മുൻപ് ജീവിച്ചിരുന്നവർക്കും, ചിലത് ഒരുപക്ഷെ ഭാവിയിൽ വരാനിരിക്കുന്നവർക്കുമായിരിക്കാം. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു രീതിയെങ്കിലും ഉണ്ടാകുമെന്ന് ഈ ഗ്രന്ഥം ഉറപ്പു നൽകുന്നു. ഓക്കേ. ശ്വാസം ശ്രദ്ധിക്കുന്നത് മുതൽ ഒരു നിലാവുള്ള രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി അതിലങ്ങ് ലയിച്ചിരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഒരു സംഗീതം കേട്ട് അതിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൊള്ളാം. എന്തിന്? പെട്ടെന്നുണ്ടാകുന്ന ഒരു തുമ്മലിലോ കോട്ടുവായിലോ പോലും ആ ബോധത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നതുവരെ ഇതിലുണ്ട്. അത്ഭുതം തന്നെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏതനുഭവത്തെയും ജ്ഞാനത്തിലേക്കുള്ള ഒരു വാതിലാക്കി മാറ്റാനുള്ള വഴികളാണ് ശിവനിതിൽ പറയുന്നത്. തത്വചിന്താ ശാഖയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ടല്ലോ. അതെ. അതിന്റെ കാതൽ കശ്മീർ ശൈവിസമാണ്. അതൊരു അദ്വൈത ദർശനമാണ്. നോൺ ഡ്യുവാലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അദ്വൈതം. സാധാരണ മതസങ്കല്പങ്ങളിൽ എങ്ങനെ ദൈവവും മനുഷ്യനും വേറിട്ട് നിൽക്കുന്നു, മനുഷ്യൻ വേറെ, ദൈവം വേറെ. എന്നിട്ട് ജീവിതത്തിന്റെ അവസാനം ദൈവം മനുഷ്യനെ വിധിക്കുന്നു. എന്നാൽ അദ്വൈതത്തിൽ അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിൽ നിന്നോ പരസ്പരമോ വേറിട്ടല്ല, എല്ലാം ഒന്നുതന്നെയാണ്. എല്ലാം ആ പരമമായ ബോധം അല്ലെങ്കിൽ ദൈവം മാത്രം. അപ്പൊ നമ്മൾ വെവ്വേറെയാണെന്ന് തോന്നുന്നത് അതൊരു മിഥ്യാബോധം മാത്രമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കാണിക്കുന്ന ഒരു ഇല്യൂഷൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപേ യോഗയും തന്ത്രയും ഇത് മനസ്സിലാക്കിയിരുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഒരു വലിയ വലയിലെ കണ്ണുകൾ പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആ വലിയ വലയാണ് ദൈവം. നമ്മൾ ഓരോരുത്തരും ആ വലയിലെ ഓരോ കണ്ണുകളും. കാഴ്ചയിൽ വേറെയാണെങ്കിലും അടിസ്ഥാനപരമായി നമ്മളെല്ലാം ആ ഒന്നിന്റെ ഭാഗമാണ്. ഈ തിരിച്ചറിവാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാനം. ഈ ആശയം കേൾക്കുമ്പോൾ വളരെ ആധുനികമായി തോന്നുന്നു. ഒരുതരം ക്വാണ്ടം ഫിസിക്സ് പോലെയുണ്ട്. പക്ഷേ ഇതിന്റെ വേരുകൾ എത്രത്തോളം പഴക്കമുള്ളതാണ്? എവിടെ നിന്നാണ് ഈ അറിവ് വരുന്നത്? കാശ്മീർ ശൈവിസം എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ കാശ്മീരിൽ നിന്നാണോ? അതെ. കാശ്മീർ ശൈവിസത്തിന് കുറഞ്ഞത് 5000 വർഷം പഴക്കമുണ്ട്. എന്നാൽ അതിന്റെ ഉറവിടം അതിലും പിന്നോട്ടു പോകും. ഓഹോ. ഏകദേശം 10000 വർഷങ്ങൾക്ക് മുൻപ് കൈലാസത്തിൽ വെച്ച് ശിവൻ സപ്തർഷികൾക്ക്, അതായത് 7 മഹർഷിമാർക്ക് മോക്ഷത്തിലേക്കുള്ള 112 മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് വിശ്വാസം. ആ 7 പേർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഈ ജ്ഞാനവുമായി സഞ്ചരിച്ചു.
അതിൽ കശ്യപമുനി എന്ന മഹർഷിയാണ് ഈ അറിവ് കശ്മീർ താഴ്വരയിലെത്തിച്ചത്. കശ്മീർ എന്ന പേര് പോലും കശ്യപന്റെ നാട് എന്നർത്ഥത്തിൽ വന്നതാണെന്ന് പറയപ്പെടുന്നു. അപ്പോ കാശ്മീർ ഒരു കാലത്ത് വെറുമൊരു മനോഹരമായ സ്ഥലം എന്നതിലുപരി ഒരു വലിയ ജ്ഞാനകേന്ദ്രം കൂടിയായിരുന്നു. തീർച്ചയായും. നൂറ്റാണ്ടുകളോളം കശ്മീർ ശൈവിസം അവിടെ തഴച്ചു വളർന്നു. 14-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ഭരണം വരുന്നതുവരെ കശ്മീർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആത്മീയ ഭൗതിക കേന്ദ്രമായിരുന്നു. ശരിക്കും. അതെ, അവിടത്തെ പ്രധാന ക്ഷേത്രമായിരുന്ന ശാരദാപീഠം ഒരു ക്ഷേത്രം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ ആകർഷിച്ച ഒരു വലിയ സർവകലാശാല കൂടിയായിരുന്നു. ഒരു യൂണിവേഴ്സിറ്റി. അതെ, തത്വശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം ഒക്കെ അവിടെ പഠിപ്പിച്ചിരുന്നു. ആദിശങ്കരൻ മുതൽ പലരും ജ്ഞാനം തേടി അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ആ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ പാക് അധീന കശ്മീരിൽ നാശോന്മുഖമായി കിടക്കുന്നു എന്നത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ്. വളരെ വിലപ്പെട്ടൊരു ചരിത്രമാണത്. അപ്പോൾ ഈ വലിയ തത്വചിന്തയൊക്കെ, ഈ അദ്വൈത ദർശനമൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് സന്തോഷം കണ്ടെത്താൻ എങ്ങനെ സഹായിക്കും? കാരണം ആത്യന്തികമായി മിക്ക ആളുകളും തേടുന്നത് അതാണല്ലോ. അവിടെയാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രായോഗികത ഏറ്റവും വ്യക്തമാകുന്നത്. ശിവൻ പറയുന്നതനുസരിച്ച് നമ്മൾ സന്തോഷം തേടുന്നത് തെറ്റായ സ്ഥലത്താണ്. അതായത് പുറം ലോകത്ത്. അതെ, പുറം ലോകത്ത്. പണം, പ്രശസ്തി, ബന്ധങ്ങൾ, ഇവയൊക്കെ നമുക്ക് താൽക്കാലികമായ സുഖങ്ങൾ തന്നേക്കാം. പക്ഷേ യഥാർത്ഥവും ശാശ്വതവുമായ സന്തോഷം നമ്മുടെ ഉള്ളിലാണ്. ഇത് കേൾക്കാൻ നല്ലതാണ്. പക്ഷേ ദൈനംദിന ജീവിതത്തിലെ സ്ട്രെസ്സിനിടയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെടുമോ എന്ന പേടിയിലിരിക്കുമ്പോൾ സന്തോഷം ഉള്ളിലാണ് എന്ന് ചിന്തിക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? പലർക്കും അതൊരുതരം ഒളിച്ചോട്ടമായി തോന്നാം. വളരെ നല്ലൊരു ചോദ്യമാണത്. ഇത് ഒളിച്ചോട്ടമല്ല, പ്രശ്നത്തെ നേരിടാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ്. ഗ്രന്ഥം പറയുന്ന ഏറ്റവും വലിയൊരു ഹാക്ക് ഇതാണ്: നിങ്ങൾ സന്തോഷം തേടി ഓടുന്നത് നിർത്തുക. ഓട്ടം നിർത്തുക. അതെ, കാരണം നിങ്ങളൊരു നിധിക്ക് മുകളിലാണ് നിൽക്കുന്നത്. ആനന്ദത്തിന്റെ ഒരു സമുദ്രം തന്നെയാണ് നിങ്ങൾ. ആ നിധിക്ക് മുകളിലുള്ള പൊടിപടലമാണ് നിങ്ങളുടെ ചിന്തകൾ. ചിന്തകൾ. 15-ാമത്തെ ശ്ലോകത്തിൽ ശിവൻ ഇതിന്റെ രഹസ്യം പറയുന്നുണ്ട്. നമ്മുടെ മനസ്സ് എപ്പോൾ നിശ്ചലവും ചിന്തകളില്ലാത്തതുമായി തീരുന്നുവോ, അപ്പോൾ ആ ഉള്ളിലുള്ള ആനന്ദം സ്വയം വെളിപ്പെടും. മോക്ഷമെന്നത് മറ്റൊന്നുമല്ല, മനസ്സിനെ നിശ്ചലമാക്കലാണ്. അതായത് ജോലി നഷ്ടപ്പെടുമോ എന്ന സാഹചര്യമല്ല നമ്മളെ വേദനിപ്പിക്കുന്നത്. ആ സാഹചര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ നിർത്താതെയുള്ള ചിന്തകളാണ് യഥാർത്ഥ പ്രശ്നം. ആ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ സമാധാനം കണ്ടെത്താം. ഇത് വളരെ ശക്തമായൊരാശയമാണല്ലോ. അതെ, പുറം ലോകത്തെ സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് പൂർണ്ണമായി നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല. ശരിയാണ്. ഒരു പ്രശ്നം പരിഹരിച്ചാൽ അടുത്തത് വരും. അപ്പോ പുറത്തുള്ള സാഹചര്യങ്ങളെ മികച്ചതാക്കാൻ ശ്രമിക്കുന്നതിനു പകരം നമ്മുടെ ആന്തരികമായ അവസ്ഥയെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ പുറത്തുള്ളതൊന്നും നമ്മളെ ബാധിക്കില്ല. ഈ മനസ്സിനെ നിശ്ചലമാക്കാനും ചിന്തകളുടെ പൊടിപടലങ്ങൾ മാറ്റി ഉള്ളിലെ നിധി കണ്ടെത്താനുമാണ് ആ 112 ടൂളുകൾ നൽകിയിരിക്കുന്നത്. ഈ ടൂളുകളിൽ ചിലത് നമ്മുടെ കാഴ്ചപ്പാടുകളെയും വിശ്വാസങ്ങളെയും വരെ മാറ്റാൻ സഹായിക്കുന്നവയാണെന്നും പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് പ്രായോഗികമാവുന്നത്? ഒരു വിശ്വാസം മാറ്റിയാൽ പുറത്തുള്ള യാഥാർത്ഥ്യം മാറുമോ? തീർച്ചയായും മാറും. 43-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നൊരു കാര്യമാണിത്. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. ഇതൊരു പുതിയ ആശയമല്ല, പക്ഷെ 4000 വർഷം മുൻപിത് പറഞ്ഞു എന്നതാണ് പ്രധാനം. ഉദാഹരണത്തിന്, ഞാനൊരു പരാജിതനാണ് എന്ന് നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം ആ വിശ്വാസത്തെ ശരിവെക്കുന്നതായിരിക്കും. ഓക്കേ. നിങ്ങൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തും, ചെറിയ പരാജയങ്ങളെ വലുതായി കാണും. നിങ്ങളുടെ തലച്ചോറ് പോലും ആ വിശ്വാസത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ മാത്രം തിരഞ്ഞുപിടിക്കും. അപ്പോൾ ആ അടിസ്ഥാന വിശ്വാസത്തെ മാറ്റിയാൽ? ആ വിശ്വാസത്തെ മാറ്റി എനിക്ക് കഴിവുണ്ട്, ഞാൻ വിജയത്തിന് അർഹനാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും മാറും. ശരിയാണ്. നിങ്ങൾ അവസരങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, പരാജയങ്ങളെ പാഠങ്ങളായി കാണും. അത് കാലക്രമേണ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ ലോകമെന്നത് പുറത്തുള്ള വസ്തുക്കളുടെ ഒരു കൂട്ടമല്ല, നമ്മൾ അതിന് നൽകുന്ന വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനത്തെ മാറ്റുന്ന ധ്യാനരീതികളാണ് ഇവ. കാഴ്ചപ്പാടുകളെ മാറ്റുന്ന ധ്യാനം, അതിനൊരു ഉദാഹരണം പറയാമോ? പറയാമല്ലോ. 100-ാമത്തെയും 107-ാമത്തെയും ശ്ലോകങ്ങളിൽ പറയുന്നൊരു ധ്യാനരീതിയുണ്ട്. നമ്മളിലുള്ള അതേ ദൈവികതയാണ് മറ്റെല്ലാവരിലും ഉള്ളതെന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളുക. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം,
പക്ഷേ അത് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ആരും ആരെക്കാളും വലുതോ ചെറുതോ അല്ലെന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു. ശരിയാണ്. ഒരാൾ എത്ര പണക്കാരനോ ബുദ്ധിമാനോ ഉയർന്ന സ്ഥാനത്തുള്ളവനോ ആകട്ടെ, അടിസ്ഥാനപരമായി നമ്മളെല്ലാം ഒരേ ബോധത്തിന്റെ ഭാഗമാണ്. അത് ശരിയാണ്. ആ ഒരു തിരിച്ചറിവ് മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ പല സംഘർഷങ്ങളും അസൂയയും ഇല്ലാതാക്കാൻ. പക്ഷെ ഒരാളോട് ദേഷ്യം വരുമ്പോ എന്റെ ഉള്ളിലുള്ള അതേ ദൈവീകതയാണ് അയാളിലും ഉള്ളത് എന്ന് ഓർക്കുന്നത് അത്ര എളുപ്പമല്ല. എളുപ്പമല്ല, പക്ഷെ അതാണ് പരിശീലനം. ആ നിമിഷം അതും നോർക്കാൻ ശ്രമിച്ചാൽ മതി. ആ ദേഷ്യത്തിന്റെ മുനയൊന്ന് ഒടിഞ്ഞു കിട്ടും. ഈ ഒരു കാഴ്ചപ്പാട് മാത്രം പരിശീലിച്ചാൽ മതി. മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം പൂർണ്ണമായി മാറും. നമ്മൾ കൂടുതൽ വിനയവും കരുണയുമുള്ളവരായി മാറും. തന്ത്ര എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത്, ലൈംഗികതയുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഗ്രന്ഥം തന്ത്രയാണോ യോഗയാണോ? എന്താണിവ തമ്മിലുള്ള ബന്ധം? ഇത് രണ്ടും ചേർന്നതാണ്. യോഗയുടെ ഉത്ഭവം തന്നെ തന്ത്രയിൽ നിന്നാണ്. അതുകൊണ്ട് ഇതൊരു തന്ത്രഗ്രന്ഥം കൂടിയാണ്. ഓക്കെ. തന്ത്ര എന്നാൽ ലൈംഗികതയാണെന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രചരിച്ച ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. തന്ത്രയുടെ പ്രധാന ലക്ഷ്യം ജ്ഞാനോദയമാണ്. അതിന് പല വഴികളുണ്ട്. ഈ ഗ്രന്ഥത്തിലെ 112 രീതികളിൽ വെറും 3 മാത്രമാണ് ലൈംഗികതയെ ഒരു മാർഗമായി ഉപയോഗിക്കുന്നത്. അതുതന്നെ സാധാരണക്കാർക്കുള്ളതല്ല, വളരെ ഉയർന്ന തലത്തിലുള്ള സാധനയാണ്. ശരീരത്തിലെ ഊർജത്തെ രൂപാന്തരപ്പെടുത്താനുള്ളൊരു മാർഗമായിട്ടാണ് അതിനെ കാണുന്നത്. മനസ്സിലായി. അപ്പോ ആ 3 എടുത്ത് തന്ത്രയെ മുഴുവൻ അങ്ങനെ ചിത്രീകരിക്കുന്നത് ഹിമാലയം എന്നാൽ എവറസ്റ്റ് കൊടുമുടി മാത്രമാണെന്ന് പറയുന്നത് പോലെയാണ്. താരതമ്യം നന്നായി. ഇതിനെല്ലാം പുറമെ മറ്റെല്ലാ രീതികളും പരാജയപ്പെട്ടാലും വിജയിക്കുന്ന, എല്ലാവർക്കും എളുപ്പത്തിൽ പരിശീലിക്കാവുന്ന ഒരു പ്രത്യേക ധ്യാനരീതി ഗ്രന്ഥത്തിന്റെ അവസാനത്തിൽ നൽകിയിട്ടുണ്ടെന്നതും കൗതുകകരമാണ്. അതെ, അതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ കരുണ. എത്ര ശ്രമിച്ചിട്ടും ധ്യാനിക്കാൻ കഴിയാത്തവർക്കും മനസ്സടങ്ങാത്തവർക്കും വേണ്ടി വളരെ ലളിതമായൊരു വഴി അവസാനം പറയുന്നുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആരെയും മാറ്റി നിർത്താത്തൊരു സമീപനമാണ് ശിവന്റേത്. ഇന്ത്യയുടെ യഥാർത്ഥ സമ്പത്ത് ഇതാണെന്ന് ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ നോബൽ സമ്മാന ജേതാക്കളെയോ ഒളിമ്പിക് മെഡൽ ജേതാക്കളെ സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ജ്ഞാനികളെ, ബോധോദയം ലഭിച്ച മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന്. ശരിയാണ്. രാമൻ, കൃഷ്ണൻ, ബുദ്ധൻ, മഹാവീരൻ, വിവേകാനന്ദൻ, അങ്ങനെ ഒരുപാട് പേർ. അതിന് കാരണം ജ്ഞാനോദയത്തിനുള്ള ഈ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഇവിടെ വികസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു എന്നതാണ്. തികച്ചും ശരിയാണ്. ശിവൻ സപ്തർഷികൾക്ക് നൽകിയ ആ 112 ധ്യാനരീതികളിലാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ആന്തരിക പരിവർത്തനത്തിനുള്ള ഈ ശാസ്ത്രമാണ് നമ്മുടെ യഥാർത്ഥ പൈതൃകം. അതിന്റെ ഏറ്റവും ശുദ്ധവും പ്രായോഗികവുമായ രൂപങ്ങളിലൊന്നാണ് ഈ വിജ്ഞാനഭൈരവ തന്ത്രം. അപ്പോ വിജ്ഞാനഭൈരവ തന്ത്രം എന്ന ഈ പുരാതന യൂസർ മാനുവലിൽ നിന്നുള്ള പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. ഇതൊരു കേവലം തത്വചിന്തയല്ല, ഒരു പ്രായോഗിക വഴികാട്ടിയാണ്. അതെ, നമ്മളെല്ലാം ഒന്നാണെന്ന അദ്വൈത ദർശനമാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യഥാർത്ഥ സന്തോഷം പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലെ ഒരു നിധിയാണ്. ആ നിധിക്ക് മുകളിലുള്ള ചിന്തകളുടെ പൊടിപടലങ്ങൾ മാറ്റുകയാണ് വേണ്ടത്. അതിനായി നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും വരെ മാറ്റാൻ സഹായിക്കുന്ന 112 ടൂളുകൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നു. ഓരോരുത്തർക്കും അവരവർക്കിണങ്ങിയ ഒരു വഴി ഇതിലുണ്ടെന്ന് ഉറപ്പു നൽകുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കാം. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു എന്നീ ഗ്രന്ഥം വളരെ ശക്തമായി പറയുന്നു. ഇത് കേട്ടതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ച് തന്നെയോ നിങ്ങൾ മുറുകെ പിടിക്കുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാന വിശ്വാസത്തെ, ഒരുപക്ഷെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു വിശ്വാസത്തെ പുനഃപരിശോധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും?